blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് ചേർന്ന് ലോകം എമ്പാടുമുള്ള ദശലക്ഷങ്ങൾ ചേർന്ന് ഈ എപ്പിസോഡിൻ്റെ പിന്നിൽ ഇതിൻ്റെ സാമ്പത്തിക സഹകാരിയായി പ്രവർത്തിച്ച വ്യക്തിക്ക് വേണ്ടി ഇപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ചേർന്ന് മല്ലപ്പള്ളി എന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൻ്റെ മകൻ്റെ ബൈപോളാർ ഡിസോർഡർ പൂർണ്ണമായും ആ മാനസിക രോഗങ്ങൾ മാറുവാൻ, സമാധാനപരമായൊരു ജീവിതം നയിക്കാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ, വിടുതലുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മാവേലിക്കര ഏപ്രിൽ 29 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. താലൂക്ക് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയം, പൂക്കട ജംഗ്ഷൻ, മാവേലിക്കര. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കോലഞ്ചേരി ഏപ്രിൽ 30 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. സെന്റ് പീറ്റേഴ്സ് കോളേജ് ഓഡിറ്റോറിയം, കോലഞ്ചേരി. യേശു ശിഷ്യന്മാരുമായി യാത്ര തുടരവേ. എങ്ങോട്ടുള്ള യാത്രയാണ് തുടരുന്നത്? യേശു യെരുശലേമിലും അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലുമുള്ള യാത്ര യേശു കർത്താവ് തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വഴിമധ്യേ അദ്ദേഹം ഒരു ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. നിർഭാഗ്യവശാൽ ഇവിടെ ആ ഗ്രാമത്തിൻ്റെ പേര് പരാമർശിച്ചിട്ടില്ല. പക്ഷേ ഈ വീടും ചുറ്റുപാടുകളും എല്ലാം അവിടെ യേശു കർത്താവ് പറഞ്ഞതനുസരിച്ച് നോക്കുമ്പോൾ നിശ്ചയമായും നമുക്കറിയാം, മറ്റു പല വേദഭാഗങ്ങളുമായി പഠിക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം തുടങ്ങിയുള്ള വേദഭാഗങ്ങളുമായി ഒത്തുപഠിക്കുമ്പോൾ ഈ ഗ്രാമം എന്നുള്ളത് ബഥാന്യ എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ് എന്ന് നമുക്കറിയാൻ സാധിക്കും. അഥവാ ബഥനി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ബഥാന്യ എന്ന് പറയുന്ന ഈ ഗ്രാമം എവിടെയുള്ള ഗ്രാമമാണ്? ഇത് ജെറുസലേമിൻ്റെ പ്രാന്തപ്രദേശത്ത്, ജെറുസലേമിന് തൊട്ട് വെളിയിൽ ഏതാണ്ട് ഒരു 2 മൈലോളം ദൂരത്തിൽ മാത്രം പോകുവാൻ സാധിക്കുന്ന ഒരു ഗ്രാമമാണ് ബഥാന്യ എന്ന് പറയുന്ന ഗ്രാമം. യേശു കർത്താവ് ജെറുസലേമിൽ ശുശ്രൂഷിക്കാൻ വേണ്ടി വരുന്ന സന്ദർഭങ്ങളിലൊക്കെ, അല്ലെങ്കിൽ യേശു കർത്താവ് ജെറുസലേമിൽ നടക്കുന്ന പള്ളിയിലെ പെരുന്നാളുകളോ മറ്റു കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കാൻ വരുന്ന സമയങ്ങളിലൊക്കെ, യേശു കർത്താവ് പങ്കെടുക്കാൻ വേണ്ടി വരുന്ന സന്ദർഭങ്ങളിലൊക്കെ യേശു കർത്താവ് ചെന്ന് താമസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വീടാണ് ഈ ഒരു മറിയയുടെ വീട് എന്നുള്ളത്. ചേർന്നൊരു ഹാലലുയ പറയാമോ? ശബ്ദമുയർത്തിയൊരു ഹാലലുയ. അതുകൊണ്ട് ആ വീട്ടിൽ യേശു കർത്താവ് ഇടയ്ക്കിടയ്ക്ക് പോകുമായിരുന്നു. അതുകൊണ്ട് യേശുവിനെ സംബന്ധിച്ചിടത്തോളം ആ വീട് അത്ര അപരിചിതമായിട്ടുള്ള ഒരു വീടല്ലായിരുന്നു. യേശുവിനെ സംബന്ധിച്ചിടത്തോളം ആ വീട് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു വീട് തന്നെയായിരുന്നു. കാരണം അതിനകത്തെ അംഗങ്ങളും അവന് വളരെ സുപരിചിതരായിട്ടുള്ള ആളുകളായിരുന്നു. കാരണം യേശു കർത്താവ് എന്തുകൊണ്ടാണ് യെരുശലേമിൽ യേശുവിന് തൻ്റെ ബന്ധുവീടുകളൊന്നും ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നു. പക്ഷെ ആ കാലത്ത് യേശു കർത്താവിന് ബന്ധുക്കൾ ആരും തന്നെ കാര്യമായ സപ്പോർട്ട് നൽകിയിരുന്നില്ല. അതുകൊണ്ട് യേശുവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി സപ്പോർട്ട് നൽകിയിരുന്ന ഒരു നല്ല കുടുംബമായിരുന്നു ഈ കുടുംബം എന്നുള്ളത്. ഈ കുടുംബത്തെക്കുറിച്ച് ബൈബിളിൽ 3 പ്രാവശ്യം പരാമർശിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ പിന്നെ ആ വീടിൻ്റെ മഹത്വം എത്ര വലുതായിരിക്കും! അല്ലെങ്കിൽ ആ വീട്ടിൽ എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ടല്ലേ ഈ വീടിനെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത്. ഈ ഒരു സന്ദേശം നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ എനിക്കൊരാഗ്രഹമുണ്ട്. ഇതുപോലുള്ള ഒരു ഭവനമായി നമ്മുടെ ഭവനം മാറണം. ഇതുപോലുള്ള ഭവനാംഗങ്ങളായി നമ്മുടെ ഭവനത്തിലെ അംഗങ്ങൾ മാറണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ചേർന്നൊരു ഹാലലുയ ഒരിക്കൽ കൂടെ പറയാമോ? ഇവിടെ നാം കാണുന്നു, യാത്ര തുടരവേ ഒരു ഗ്രാമത്തിലെത്തി. ഏത് ഗ്രാമമായിരുന്നു? ഉറക്കെ പറയൂ. ബഥാന്യ. യെസ്,
അവിടെ നാം കാണുന്നു, അവിടെ മാർത്ത എന്നും പേരുള്ളൊരു സ്ത്രീ അദ്ദേഹത്തെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്തു. അവിടെ ഒരു സ്ത്രീയുടെ പേര് പരാമർശിച്ചിരിക്കുന്നു, മാർത്ത. നമുക്കറിയാവുന്ന സ്ത്രീ തന്നെയാണ്. സാധാരണ ഒരു വീട്ടിലേക്ക് ഒരു വ്യക്തി, ഒരു ഗസ്റ്റ് കടന്നു വരുമ്പോൾ സാധാരണ വീട്ടിൽ നായകനുണ്ടെങ്കിൽ, വീട്ടുടമസ്ഥനുണ്ടെങ്കിൽ, വീട്ടിലൊരു ഭർത്താവുണ്ടെങ്കിൽ ആരായിരിക്കും ആദ്യം ഓടി ഇറങ്ങി വരുന്നത്? ആ ഭർത്താവായിരിക്കും. ആ വീടിൻ്റെ കുടുംബനാഥനായിരിക്കും അവിടെയുള്ള വലിയ ഗസ്റ്റിനെ, പ്രത്യേകിച്ച് ഒരു പുരുഷനായിട്ടുള്ളൊരു ഗസ്റ്റിനെ സ്വീകരിക്കാൻ വേണ്ടി വരുന്നത്. എന്നാൽ മാർത്തയുടെ കാര്യത്തിൽ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. മാർത്തയാണ് ഇറങ്ങി വരുന്നത്. എന്ത് മനസ്സിലാക്കാം? മാർത്തയ്ക്ക് ഭർത്താവില്ലായിരുന്നു, മാർത്തയ്ക്ക് പിതാവില്ലായിരുന്നു, മാർത്തയുടെ ഭവനമായിരുന്നു അത്. മാർത്തയായിരുന്നു ആ വീട്ടിൽ അധികാരമുള്ള ഒരു വ്യക്തി എന്നുള്ളത്. സോ മാർത്തയുടെ വീട്ടിനകത്തേക്കാണ് ആ യേശു കർത്താവ് കടന്നു വന്നിരിക്കുന്നത്. മാർത്തയുടെ സ്വഭാവത്തെക്കുറിച്ചാണ് അവിടെ നോക്കിക്കേ. യേശുവിനെ അവൾ വീട്ടിലേക്ക് എന്ത് ചെയ്തിരിക്കുകയാണ്? ക്ഷണിച്ച് കയറ്റിയിരിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം, മാർത്തയെക്കുറിച്ച് പഠിക്കുമ്പോൾ അവരുടെ സ്വഭാവം വളരെ വളരെ രസാവഹമായിട്ടുള്ള സ്വഭാവ വിശേഷങ്ങളൊക്കെ മാർത്തയ്ക്കുണ്ട്. സാധാരണ സ്ത്രീകളിൽ കാണുന്ന പല സ്വഭാവങ്ങളും നമുക്ക് ഇവളിൽ പഠിക്കാൻ സാധിക്കും. അപ്പോൾ തന്നെ നമ്മൾക്ക് പഠിച്ചെടുക്കേണ്ട പല സ്വഭാവങ്ങളും അവളിൽ നിന്ന് നമുക്ക് കാണാനായി സാധിക്കും. യേശു കർത്താവ് ഒത്തിരി സ്നേഹിച്ചിരുന്ന ഒരു സ്ത്രീ ആയിരുന്നു. ഒത്തിരി സ്ത്രീകൾ നാട്ടുകളിൽ ഒത്തിരി പേരുണ്ട്, ഒത്തിരി പേരെ യേശു കർത്താവ് സ്നേഹിച്ചിരുന്നു. ആ കൂട്ടത്തിൽ യേശു കർത്താവ് ഒത്തിരി സ്നേഹിച്ച സ്ത്രീകളിൽ ഒരു സ്ത്രീ ആയിരുന്നു മാർത്ത എന്നുള്ളത്. കാരണം നാം കാണുന്നു, യേശുവിനെ അവൾ അവിടേക്ക് സ്വാഗതം ചെയ്തു. കാരണം യേശുവിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ, വസ്തുവകകൾ, എല്ലാ കാര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നതിൽ മുൻപന്തിയിലായിരുന്നു മാർത്ത എന്നുള്ളത്. നോക്കുക, യേശുവിനെ അവൾ തൻ്റെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്തു. എനിക്കിവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയോടും ചോദിക്കാനുള്ളത്, നിങ്ങളുടെ വീട്ടിനകത്തേക്ക് യേശുവിനെ സ്വാഗതം ചെയ്തിട്ടുണ്ടോ? യേശുവിനെ സ്വാഗതം ചെയ്തിട്ടുണ്ടെങ്കിൽ ഓർക്കുക, പിന്നീട് അങ്ങോട്ടുള്ള നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളിൽ എല്ലാറ്റിലും തന്നെ യേശുവിന് അവൻ്റേതായ രീതിയിലുള്ള പരിഹാരങ്ങൾ നൽകുവാനായി സാധിക്കും. എത്ര പേർ ചേർന്ന് ശബ്ദമുയർത്തി ഒരു ഹല്ലേലൂയ പറയാം? മാർത്തയുടെ ജീവിതത്തിലെ ചില സ്വഭാവ ഗുണവിശേഷങ്ങൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. മാർത്ത എന്ന് പറഞ്ഞാൽ അവൾ ഒരു കൊടുക്കുന്ന വ്യക്തിയാണ്. ഷി വാസ് എ ഗിവിങ് പേഴ്സൺ. ഒരു കൊടുക്കാൻ സന്നദ്ധതയുള്ള ഒരു വ്യക്തിയായിരുന്നു മാർത്ത എന്നുള്ളത്. മാർത്തയുടെ കാര്യം നോക്കിക്കുക, ഒരു വലിയ വീട് അവൾക്കുണ്ടായിരുന്നു. കാരണം യേശുവും 12 ശിഷ്യന്മാരും, കുറഞ്ഞത് ഇത്രയും പേർ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ കുറഞ്ഞത് 6 മുറിയെങ്കിലും ഉള്ളൊരു വീടില്ലാതെ യേശുവിനെയും 12 ശിഷ്യന്മാരെയും അക്കോമഡേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ കൂടുതൽ മുറികളുള്ള, വിശാലതയുള്ള, വിസ്താരമുള്ള വലിയൊരു ഭവനത്തിൻ്റെ ഉടമയായിരിക്കണം ആര്? മാർത്ത. അങ്ങനെയുള്ളൊരു സ്ത്രീ അപ്പോൾ തന്നെ ഇത്രയും വലിയ ഒരു സംഘത്തിന് ഭക്ഷണം ഒരുക്കി കൊടുക്കണമെങ്കിൽ അത്രത്തോളം പണം ചിലവഴിക്കാൻ കയ്യിൽ പണമുള്ള ധനാഢ്യയായിട്ടുള്ളൊരു സ്ത്രീ ആയിരിക്കണം അവൾ. ഇത്രയും ആളുകൾക്ക് ഭക്ഷണം ഒരുക്കണമെങ്കിൽ അവൾ മാത്രമല്ല, ഒത്തിരി ജോലിക്കാർ കൂടെ അവളെ സഹായിക്കത്തക്ക വിധത്തിൽ ധാരാളം ജോലിക്കാരെ കൂടെ, പരിചാരകരെ കൂടെ നിർത്തിക്കൊണ്ട് ജീവിക്കുന്ന ധനാഢ്യയായിട്ടുള്ള ഒരു സ്ത്രീ ആയിരിക്കണം ആര്? മാർത്ത. ഹല്ലേലൂയ. അങ്ങനെ ഒരു സ്ത്രീയാണ് യേശുവിനെ തൻ്റെ ഭവനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൊടുക്കുവാൻ താല്പര്യമുള്ള, അതിഥി സൽക്കാര പ്രിയയായിട്ടുള്ള ഒരു സ്ത്രീ ആയിരുന്നു മാർത്ത എന്ന് നാം പഠിക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമതായിട്ട് മാർത്തയുടെ ഏറ്റവും വലിയ സ്വഭാവമാണ്, മാർത്ത വാസ് എ കറേജിയസ് പേഴ്സൺ. വളരെ ധൈര്യശാലിയായ ഒരു സ്ത്രീ ആയിരുന്നു. യേശുവിൻ്റെ ഈ ഒരു കാലഘട്ടം നാം പഠിക്കുമ്പോൾ യേശുവിനെതിരെ ജെറുസലേമിൽ വലിയ പ്രശ്നങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് മാർത്തയുടെ ഈ സംഭവം നടക്കുന്നത്. എന്താണ് പ്രശ്നങ്ങൾ? എവിടെ കണ്ടാലും യേശുവിനെ കല്ലെറിയുക, യേശു ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പറയുന്നത് ദൈവദൂഷണമാണെന്ന് മഹാപുരോഹിതന്മാരും അതുപോലെ തന്നെ മറ്റു പല പള്ളിപ്രമാണിമാരും ഒരുപോലെ യേശുവിനെതിരെ ആരോപണം ഉന്നയിച്ച് യേശുവിനെ വധിക്കുവാനായി ഗൂഢാലോചന നടക്കുന്ന സമയത്താണ് ഈ ഒരു സ്ത്രീ ഈ പ്രശ്നങ്ങളെ മുഴുവൻ മറികടന്ന് യേശുവിനും തൻ്റെ ശിഷ്യന്മാർക്കും വലിയ ഒരു സദ്യയും കൂട്ടത്തിൽ താമസ സൗകര്യവും സ്വന്തം വീട്ടിനകത്ത് യെരുശലേമിന് തൊട്ട് അടുത്ത് 2 മൈൽ ദൂരത്തിനുള്ളിൽ തൻ്റെ വീട്ടിൽ താൻ അവസരം ഒരുക്കി കൊടുക്കുന്നത്.
എത്ര ഭയാനകമായിട്ടുള്ള ഒരു സന്ദർഭമായിരിക്കണം. അന്നത്തെ കാലത്ത് അങ്ങനെയൊരു വളരെ കുറ്റവാളിയായിട്ടുള്ള രാജ്യദ്രോഹം ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുക എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ നടുവിൽ പേര് നശിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. പക്ഷെ മാർത്തി അതൊന്നും പിന്തിരിപ്പിക്കുന്നില്ല. യേശുവിനെ തൻ്റെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നതിൽ, അല്ലെങ്കിൽ യേശുവിനെ തൻ്റെ വീട്ടിൽ താമസിപ്പിക്കുന്നതിൽ, യേശുവിനെ തൻ്റെ വീട്ടിൽ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്നതിൽ ഒരു കാരണവശാലും മാർത്ത സങ്കടപ്പെടുന്നില്ല. മറിച്ച് മാർത്ത അതൊരു വലിയ സർവീസായി, ഒരു വലിയ അഭിമാനമായി കാണുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ യേശു കർത്താവ് ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്ത പലരും ഇവിടെ ഇരിക്കുന്നുണ്ട്. അടയാളങ്ങൾ കിട്ടിയിട്ടുള്ള പലരും ഇരിക്കുന്നുണ്ട്. രോഗസൗഖ്യങ്ങൾ കിട്ടിയിട്ട് പല ആളുകളും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ യേശു കർത്താവിനെ എല്ലായ്പ്പോഴും ഉയർത്തി കാണിക്കുവാൻ നാം മനസ്സൊരുക്കമുള്ള വ്യക്തികളാണോ? ചില സമയങ്ങളിൽ യേശുവിനെ ഉയർത്തി കാണിക്കാൻ നമുക്ക് ഭയമാണ്. മറ്റുള്ളവരെന്ത് ചിന്തിക്കും, മറ്റുള്ളവരെന്തു പറയും. പക്ഷെ മാർത്തയെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെന്തു പറയുന്നു എന്നുള്ളത് അവൾക്കൊരു പ്രശ്നമേ അല്ല. എൻ്റെ യേശുവിനെ ഞാൻ മനസ്സിലാക്കി അവന് ഞാൻ താമസ സൗകര്യം ഒരുക്കി കൊടുക്കും. ഹല്ലേലൂയ. എൻ്റെ ചോദ്യം ഇതാണ്, ഈ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ വെച്ച് യേശുവിനെ തിരിച്ചറിഞ്ഞിട്ടുള്ള വ്യക്തികൾ തിരിച്ചറിഞ്ഞ മാത്രയിൽ തന്നെ അവനെ പിന്നെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണോ? മറിച്ച് ഇല്ല, എൻ്റെ യേശുവിനെ ഞാൻ തിരിച്ചറിഞ്ഞു, ഇനി മറ്റുള്ളവർ എന്തും കരുതിക്കോട്ടെ, ഈ യേശുവിനെ ഞാൻ വിടുകയില്ല എന്ന തീരുമാനത്തോടെ പോകാൻ സാധ്യതയുള്ളവരാണോ? കൈകൾ ഉയർത്തിക്കൊണ്ടൊരു ഹല്ലേലൂയ പറയാമോ? യേശുവിൻ്റെ അമ്മ മറിയയുടെ കാര്യം നാം നോക്കിക്കഴിഞ്ഞാൽ, തൻ്റെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ഉരുവായപ്പോൾ, അതിനു മുൻപ് എലിസബത്തിൻ്റെ ഉദരത്തിൽ കുഞ്ഞുരുവായി. ആരായിരുന്നു ആ കുഞ്ഞ്? യോഹന്നാൻ സ്നാപകൻ. പക്ഷേ അവൾ എന്ത് ചെയ്തു? ഒളിച്ചു പാർത്തു എന്നാണ് നാം ബൈബിളിൽ വായിക്കുന്നത്. ദൈവം പറഞ്ഞ വാഗ്ദാനത്തിൻ്റെ സന്തതി വയസ്സ് ചെന്ന കാലത്ത് അവളുടെ ഉദരത്തിൽ ഉരുവായപ്പോൾ അവൾ ഒളിച്ചു ചെന്ന് പാർത്തു. എന്നാൽ മറിയ ഒളിച്ചു പാർത്തില്ല. ഓർക്കുക, അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്നുള്ളത് നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടെങ്കിലും ആ വാക്കുകൾ ഉപയോഗിക്കുക. ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്നുള്ള വാക്കുകളൊക്കെ നാം ഉപയോഗിക്കാറുണ്ടെങ്കിലും സത്യത്തിൽ എത്ര ഭയാനകമായിട്ടുള്ള, എത്ര പേടിപ്പെടുത്തുന്ന തീരുമാനത്തിനാണ് മറിയ ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ ഇഷ്ടം എന്നിൽ അതുപോലെ ആകട്ടെ എന്ന് പറഞ്ഞത്. നമ്മൾ ചിന്തിച്ചു എത്ര എളുപ്പമുള്ള ഒരു കാര്യമാണ്. അല്ലല്ല, ലോകമറിയും വിവാഹം കഴിയാത്ത ഒരു പെൺകുട്ടി പ്രഗ്നൻ്റ് ആയിരിക്കുന്നു. കാരണം പ്രഗ്നൻസി, ഗർഭധാരണം, അത് മറച്ചു വെക്കാൻ സാധ്യമല്ല. അത് ലോകം തിരിച്ചറിയുന്ന കാര്യമാണ്, ലോകം മനസ്സിലാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ആ ഒരു കാര്യത്തിനാണ് മറിയ സമ്മതിച്ചത്. ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ ഇഷ്ടം എന്നിൽ അതുപോലെ സംഭവിക്കട്ടെ എന്നുള്ളത്. ഓർക്കുക, യേശുവിനെ ഒളിച്ചുകൊണ്ട് നടക്കാൻ സാധ്യമല്ല എന്നുള്ള സത്യം മറിയയ്ക്കറിയാമായിരുന്നു. യേശുവിൻ്റെ അമ്മയായ മറിയയ്ക്കറിയാമായിരുന്നു. ഒരു കാര്യം മനസ്സിലാക്കുക, നാം മനസ്സിലാക്കിയിട്ടുള്ള യേശുവിനെ, തിരിച്ചറിഞ്ഞിട്ടുള്ള യേശുവിനെ അനുഗ്രഹങ്ങളിലൂടെ, സമ്മാനങ്ങളിലൂടെ, നന്മകളിലൂടെ നേടിയെടുത്ത യേശുവിനെ നമുക്കൊരിക്കലും ഒളിച്ചു വയ്ക്കാൻ സാധ്യമല്ല. യേശുവിനെ ഇന്നല്ലെങ്കിൽ നാളെ പ്രസിദ്ധപ്പെടുത്തിയേ തീരുകയുള്ളൂ. എത്ര പേർ ചേർന്നൊരു ഹല്ലേലൂയ പറയാം? അടുത്തിരിക്കുന്ന ആളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുക, നിങ്ങൾക്ക് ലഭിച്ച യേശുവിനെ പറഞ്ഞേ ഒളിച്ചു വെക്കാൻ സാധ്യമല്ല, അറിഞ്ഞിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് മാർത്തയുടെ ആ സ്നേഹം ഒന്ന് ഓർത്തു നോക്കിയേ. എല്ലാവരും ഭയപ്പെടുന്ന സമയത്തും അവൾ യേശുവിനെ ഒളിച്ചു വെച്ചില്ല. യേശുവിനെ അവളുടെ വീട്ടിനകത്തേക്ക് സ്വീകരിച്ചു. വലിയ സദ്യയും മറ്റു കാര്യങ്ങളും തൻ്റെ ശിഷ്യന്മാർക്കുൾപ്പെടെ അവിടെ നൽകിയാണ്. മാർത്തയുടെ മൂന്നാമത്തെ ഒരു മനോഹരമായൊരു സ്വഭാവമാണ് നമുക്കവിടെ കാണാം. അവളുടെ വീട്ടിൽ രണ്ട് വ്യക്തികൾ കൂടെയുണ്ട്. ആരൊക്കെയായിരുന്നു? മറിയയും ലാസറും, അവളുടെ സ്വന്തം സഹോദരിയും സ്വന്തം സഹോദരൻ. സോ മാർത്ത വാസ് എ കെയറിങ് ആൻഡ് ലവിങ് പേഴ്സൺ. മാർത്ത എന്ന് പറയുന്നത് ഒരു സ്നേഹനിധിയായ അല്ലെങ്കിൽ കരുതുന്ന ഒരു വ്യക്തിയായിരുന്നു. സ്വന്തം സഹോദരനെയും സഹോദരിയെയും ആ വീട്ടിൽ കയറ്റി താമസിപ്പിച്ച ഒരു ധനാഢ്യയായ സ്ത്രീ എന്ന് വേണമെങ്കിൽ മാർത്തയെക്കുറിച്ച് പറയാൻ സാധിക്കും. അല്ലെങ്കിൽ അത് അവരുടെ കുടുംബ വീടായിരുന്നെങ്കിൽ അവിടെ സ്വീകരിക്കാനായി പോകുന്നത് ലാസർ ആകുമായിരുന്നു. പക്ഷെ ലാസർ അല്ല അവിടെ സ്വീകരിക്കാനായി പോയത്. അതുകൊണ്ട് തന്നെ അത് മാർത്തയുടെ മാത്രം ഭവനമായിരുന്നു എന്ന് നമുക്ക് പഠിക്കേണ്ടതായിട്ടിരിക്കുന്നു. നോക്കുക, സ്വന്തം സഹോദരനെയും സഹോദരിയെയും സ്നേഹിക്കുന്ന
കൊടുക്കുന്ന, അപ്പോൾ തന്നെ യേശുവിനെയും ശിഷ്യന്മാർക്കുമുള്ള കരുതൽ കൊടുക്കുന്ന, ഭക്ഷണം കൊടുക്കുന്ന, അവർക്ക് വേണ്ട താമസ സൗകര്യം കൊടുക്കുന്ന സ്നേഹനിധിയായിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു മാർത്ത എന്നുള്ളത്. അപ്പോൾ തന്നെ മാർത്തയ്ക്ക് ചില പ്രശ്നങ്ങളുണ്ട്. അതാണ് നമ്മൾ അടുത്ത ഭാഗത്ത് വായിക്കാൻ പോകുന്നത്. അതിൻ്റെ 40-ാമത്തെ വചനത്തിലേക്ക് ദയവായി വന്നാൽ, 40-ാമത്തെ വചനം ദയവായി വായിക്കാമോ? മാർത്തയോ സൽക്കാരത്തിന്റെ ഒരുക്കങ്ങളാൽ കുഴങ്ങുകയായിരുന്നു. മാർത്തയോ സൽക്കാരത്തിന്റെ ഒരുക്കങ്ങളാൽ കുഴങ്ങുകയായിരുന്നു. അടുത്ത ഭാഗം. അവൾ യേശുവിന്റെ അടുക്കൽ വന്ന്, കർത്താവേ, എന്റെ സഹോദരി ജോലി ചെയ്യുന്നതിൽ നിന്ന് എന്നെ തനിച്ചു വിട്ടിരിക്കുന്നതിൽ അങ്ങേക്ക് വിചാരമില്ലയോ? എന്നെ സഹായിപ്പാൻ അവളോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. നോക്കുക, മാർത്തയുടെ ഒരു പ്രശ്നവും കൂടി അവിടെയുണ്ട്. അവളുടെ സ്വഭാവത്തിലുള്ള പ്രശ്നങ്ങൾ. ഇത്രയും കാര്യങ്ങൾ മാർത്തയുടെ നല്ല സ്വഭാവങ്ങളായിരുന്നു. എന്നാൽ മാർത്തയുടെ ജീവിതത്തിലെ ഒന്ന് രണ്ട് അത്ര നല്ലതല്ലാത്ത സ്വഭാവങ്ങൾ, അതിൽ യേശു കർത്താവ് കൊടുക്കുന്ന മറുപടികൾ, ഇതൊക്കെയാണ് ഈ ഭാഗത്ത് നമുക്ക് പഠിക്കാനായി സാധിക്കുന്നത്. എന്തായിരുന്നു അത്ര നല്ലതല്ലാത്ത മാർത്തയുടെ സ്വഭാവം എന്നുള്ളത്? ഒന്ന്, അവളുടെ ശ്രദ്ധ മുഴുവൻ ഒരുക്കങ്ങളിലായിരുന്നു. അവിടെ എഴുതിയിട്ടുണ്ട്, മാർത്തയോ സൽക്കാരത്തിൻ്റെ ഒരുക്കങ്ങളിലായിരുന്നു. ശ്രദ്ധ മുഴുവൻ യേശുവിലല്ലായിരുന്നു. പിന്നെ എവിടെയായിരുന്നു പറയാമോ? ഒരുക്കങ്ങളിലായിരുന്നു. അടുത്തിരിക്കുന്ന ആളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയൂ, നിങ്ങളുടെ ശ്രദ്ധ ഒരുക്കങ്ങളിലാകരുത്, യേശുവിലായിരിക്കണം. എന്തിൻ്റെ ഒരുക്കങ്ങളായിരുന്നു? വലിയൊരു സംഘമാണ് വന്നിരിക്കുന്നത്. കുറഞ്ഞത് 13 പേരുണ്ട്. ചിലപ്പോൾ എത്ര പേര് വേറെ എക്സ്ട്രാ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഈ ഒരു വലിയ സംഘത്തിന് വേണ്ട ഭക്ഷണം കൊടുക്കുന്ന കാര്യം, വീടൊരുക്കുന്ന കാര്യം, വീട്ടിലെ സൗകര്യങ്ങൾ ഒരുക്കുന്നത്, ബെഡ് ഒരുക്കുന്നത്, ബെഡ്ഷീറ്റ് ഇടുന്നത്, തലയണ വെച്ച് കൊടുക്കുന്നത്, മുഴുവൻ ഒരുക്കങ്ങളിലായിരുന്നു മാർത്തയുടെ ശ്രദ്ധ മുഴുവൻ എന്നുള്ളത്. എന്ന് മാത്രമല്ല, ഓർക്കുക, പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ യേശുവിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലും യേശുവിനേക്കാൾ കൂടുതലായി ഈ ജീവിതത്തിന് വേണ്ട ഒരുക്കങ്ങളിലായിരിക്കും നമ്മുടെ ശ്രദ്ധ പലപ്പോഴും ഉള്ളത്. ജീവിതത്തിന് വേണ്ട കാര്യങ്ങൾ, ജീവനത്തിന് വേണ്ട കാര്യങ്ങൾ, ഇതിൻ്റെ ഒരുക്കങ്ങളിലായിരിക്കും പലപ്പോഴും നമ്മുടെ ശ്രദ്ധ നാം കൂടുതൽ കൊടുക്കുന്നത്. ഇവിടെ നോക്കുക, ഇവൾ ദൈവത്തിന് കൊടുക്കേണ്ട ആ 1-ാം സ്ഥാനം അവൾ ഒരുക്കങ്ങൾക്ക് വേണ്ടി കൊടുത്തു, ഒരുങ്ങാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കൊടുത്തു, അറേഞ്ച്മെന്റ്സിന് വേണ്ടി കൊടുത്തു. ജീവിത സന്ധാരണത്തിന്റെ കാര്യം, ജോലി വേണ്ടേ? ജോലി വേണം. ജീവിതം വേണ്ടേ? ജീവിതം വേണം. വിവാഹം വേണ്ടേ? വിവാഹം വേണം. മക്കൾ വേണ്ടേ? മക്കൾ വേണം. വിദ്യാഭ്യാസം വേണ്ടേ? വേണം. ഇതൊക്കെ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ്. എന്നാൽ യേശുവിനെ നാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളൊക്കെ മുൻസ്ഥാനം നാം കൊടുക്കേണ്ടത് യേശുവിനായിരിക്കണം. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഉദയ്പൂർ ഏപ്രിൽ 28 വ്യാഴം. സമയം വൈകിട്ട് 6 മുതൽ 9 വരെ. വിവേകാനന്ദ ഓഡിറ്റോറിയം, മോഹൻലാൽ സുഖാദിയ യൂണിവേഴ്സിറ്റി ക്യാമ്പസ്. ഈ സഹോദരിയുടെ പേര് അമ്മിണി ഫിലിപ്പ് എന്നാണ്. അടൂർ സ്വദേശിനിയാണ്. തനിക്ക് കുറേയധികം വർഷങ്ങളായി പലവിധമായ ആരോഗ്യ പ്രശ്നങ്ങൾ തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ചെറുപ്പത്തിലെ തന്നെ ഒരു ആക്സിഡൻറ്റ് മൂലം തൻ്റെ കൈ തനിക്ക് പൊക്കാൻ സാധിക്കില്ല. അന്നത്തെ ആക്സിഡൻറ്റിന് ശേഷം കുറേയധികം വർഷങ്ങളായിട്ട് തനിക്ക് കൈ നല്ല രീതിയിൽ പൊക്കാനോ നല്ലപോലെ ആ കൈ ഉപയോഗിച്ച് ജോലി ചെയ്യാനൊന്നും സാധിക്കില്ലായിരുന്നു. ഏത് കൈയിലായിരുന്നു പ്രശ്നം? വലത്തെ കൈയിൽ. എത്ര വയസ്സിലാണ് ഈ ആക്സിഡന്റ് ഉണ്ടായത്? 15 വയസ്സുള്ളപ്പോഴത്തേക്കിനാണ് ആക്സിഡന്റ് ഉണ്ടാവുന്നത്. 15 വയസ്സിൽ ഈ കൈക്ക് ക്ഷതമേറ്റു. ഓക്കെ. അതിനുശേഷം ഈ വേദനയുമായിട്ടാണ് ഓരോ നാളുകളും താൻ ജീവിച്ചിരുന്നത്. കുറച്ചധികം വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ ജീവിതത്തിൽ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് തൻ്റെ രക്തത്തിലെ HBയുടെ അളവ് തീരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അസുഖം തനിക്ക് നേരിട്ടു. പല പ്രാവശ്യം തൻ്റെ ശരീരത്തിൽ ഒരു പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോയി 5 കുപ്പി ബ്ലഡ് കയറ്റി, പിന്നെ ഒരു പ്രാവശ്യം പോയി 3-4 കുപ്പി കയറ്റി. ഹീമോഗ്ലോബിൻ കൗണ്ട് കുറയുന്ന നിമിത്തം ഇടയ്ക്കിടയ്ക്ക് രക്തം കൊടുക്കേണ്ടി വന്നു. അതെ, രക്തം തൻ്റെ ശരീരത്തിലേക്ക് കയറ്റുമായിരുന്നു. ഒരു പ്രാവശ്യം ഹീമോഗ്ലോബിൻ്റെ അളവ് തീരെ കുറഞ്ഞു പോയ ഒരു അവസരത്തിൽ ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെയാ, ഇനി ഒരാഴ്ച കൂടിയേ താൻ ജീവിക്കുള്ളൂ. അതുപോലെ ഭീകരമായ രീതിയിൽ തൻ്റെ ശരീരത്തിൽ HBയുടെ അളവ് കുറഞ്ഞുകൊണ്ടിരുന്നു. അതിനുശേഷം അതിൽ നിന്നെല്ലാം ദൈവം തന്നെ വിടുവിച്ചു. എന്നാൽ
അതിൻ്റെ ഫലമായി തലകറക്കം, താൻ സ്ഥിരമായി തലകറങ്ങുക, ഒരു ശരീരത്തിനൊരു ഒന്നും ചെയ്യാനൊരു ശരീരത്തിന് സാധിക്കില്ല, അതുപോലെ ഒരു മരവിച്ച അവസ്ഥയായിരുന്നു തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2014 താൻ TV പ്രോഗ്രാമിങ്ങിനെ മാറ്റി മാറ്റി കാണുന്ന സമയത്ത് നമ്മുടെ ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം ആദ്യമായി താൻ 2014 കണ്ടു. അന്ന് കണ്ടപ്പോൾ അതിലെ പ്രാർത്ഥനകളെല്ലാം തനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു, തന്നെ ആകർഷിക്കുന്നതായിരുന്നു. അപ്പോഴാണ് അതിലൂടെ ഒരു അനൗൺസ്മെൻറ്റ് കേട്ടത്. അതിനുശേഷം 3 മാസങ്ങൾക്ക് ശേഷം ഇവിടെ ഈ ഹാളിൽ വെച്ച് പുനലൂർ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ വരുന്നു എന്ന് പറഞ്ഞുള്ള ഒരു അനൗൺസ്മെൻറ്റ് അതിൽ കേട്ടു. താൻ ആ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ ആദ്യമായി വന്നു. താൻ തൻ്റെ രോഗവിഷയങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം TV പ്രോഗ്രാമുകൾ സ്ഥിരമായി കാണുമായിരുന്നു. 2015 ഇവിടെ നടന്ന ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ താൻ വന്നു. തിരിച്ചു പോകുമ്പോൾ ഒരു പ്രാർത്ഥനാ ഡയറിയും കയ്യിൽ വാങ്ങി താൻ മടങ്ങിപ്പോയി. അന്ന് ഒരുപാട് സാക്ഷ്യങ്ങൾ കേട്ടു. പ്രാർത്ഥനാ ഡയറിയിൽ എഴുതി വെച്ച് സൗഖ്യം ലഭിച്ചതൊക്കെ കേൾക്കുവാൻ ഇടയായിത്തീരുന്നു. അതിനുശേഷം ഈ സഹോദരി ചെയ്തത് തൻ്റെ രോഗവിഷയങ്ങളെല്ലാം ഓരോന്നെയായി താൻ അതിൽ എഴുതി വെച്ചു. തൻ്റെ കൈയുടെ വേദന, ഹീമോഗ്ലോബിൻ്റെ അളവിൻ്റെ പ്രശ്നം, ഇതെല്ലാം താൻ എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷമാണ് 2015 തന്നെ, ഏകദേശം 2015 സെപ്റ്റംബർ മാസത്തിൽ താൻ ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ അന്ന് ബ്രദർ TV പ്രോഗ്രാമിലൂടെ പ്രാർത്ഥിച്ച സമയത്ത് പെട്ടെന്ന് താൻ കരം നീട്ടി താൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് തൻ്റെ കരത്തിൽ, തൻ്റെ കൈയുടെ ആ ഷോൾഡറിൻ്റെ ഭാഗത്ത് അതിശക്തമായ രീതിയിൽ വേദന തുടങ്ങി. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് കൈയുടെ ഷോൾഡറിലാണ് വേദന കൂടി, ഭയങ്കരമായിട്ട് വേദന കൂടി. ഭയങ്കര വേദന വന്നപ്പോഴത്തേന് ബ്രദർ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഈ വേദനയൊന്നും മാറ്റി തരണം, എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. ഉടനെ ബ്രദർ പറയുന്നു, ഷോൾഡറിൽ വേദനയുള്ള ഒരു സഹോദരിയുടെ വേദന ഇപ്പം തന്നെ സൗഖ്യമാകുന്നു എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ശരീരം അങ്ങ് വേഗം അങ്ങ് തളർന്ന പോലെയായി. എനിക്ക് ശരീരത്തിൽ ഒരു ബലമില്ലാതെയായി, ബലമില്ലാത്ത പോലെ അങ്ങ് അയച്ചിട്ട് കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ ഈ വേദനയും പോയി, നീരും പോയി. ഇപ്പം 3 മാസമായി ഞാൻ ജോലിക്ക് പോകുന്നു. ഞാൻ ഹോം നേഴ്സാണ്. ജോലിക്ക് പോകുന്നു, ഇല്ലാത്തവരെ നോക്കാൻ പോവാണ്. അതുകൊണ്ട് ഈ കൈ വളരെ ആവശ്യമുണ്ട്. രോഗികളെ പിടിച്ച് പൊക്കാനും കിടക്കുന്നവരെയാ കൂടുതലും നോക്കുന്നത്. അപ്പൊ അങ്ങനെ കഴിഞ്ഞ 3 മാസം 2 വർഷം കൊണ്ട് പോകുന്നില്ലായിരുന്നു. ഈ ഇത് ശ്രദ്ധിച്ചായിരുന്നോ? 2 വർഷമായിട്ട് ജോലിക്ക് പോകാൻ കഴിയുന്നില്ലായിരുന്നു. എന്നാൽ അന്ന് ആ TV പ്രോഗ്രാമിൽ ആദ്യം വേദന വർദ്ധിച്ചു, ശരീരത്തിലൊരു തളർച്ച പോലെ വന്നു. അതിനുശേഷം മുഴുവനായിട്ടും ആ രോഗത്തെ കർത്താവ് എടുത്തു മാറ്റി. 3 മാസമായി ജോലിക്ക് വീണ്ടും പോകാൻ തുടങ്ങിയിരിക്കുന്നു. പോരാ, നന്നായിട്ട് കൈകളടിച്ച് ഒരു വീട്ടമ്മയെ, ഒരു ഹോം നേഴ്സിനെ കർത്താവ് സൗഖ്യമാക്കി. ഉപജീവന മാർഗത്തിലേക്ക് കർത്താവ് തിരിച്ചു കൊണ്ടുവന്നു. വിപിൻ, ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ബ്രദറെ, അതിനുശേഷം പറയുന്നത് ഇങ്ങനെ കൈവേദന മാറി മാത്രമല്ല, അതിനുശേഷം കുറേ നാളുകളായിട്ട് ഇപ്പം തനിക്ക് തലകറക്കമില്ല, ഹീമോഗ്ലോബിൻ്റെ അളവെല്ലാം നോർമൽ രീതിയിലാണ്. ഇപ്പോൾ യാതൊരുവിധ പ്രശ്നവുമില്ല. ആ വർഷങ്ങളായിട്ടുണ്ടായിരുന്ന എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളും യേശു കർത്താവ് എടുത്തു മാറ്റി. 15 വയസ്സിലാണ് ഇതിൻ്റെ ആരംഭം. ഇത്രയും പ്രായമായി. എന്നാൽ കർത്താവ് ഹിമോഗ്ലോബിൻ കൗണ്ട് നോർമലാക്കി കൊടുത്തു, ക്ഷീണം മാറ്റിക്കൊടുത്തു. കൈയും സ്വതന്ത്രമായി ഇന്ന് പൂർണ്ണ ആരോഗ്യവതിയായിരിക്കുന്നു. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മാവേലിക്കര ഏപ്രിൽ 29 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. താലൂക്ക് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയം, പൂക്കട ജംഗ്ഷൻ, മാവേലിക്കര. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കോലഞ്ചേരി ഏപ്രിൽ 30 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. സെന്റ് പീറ്റേഴ്സ് കോളേജ് ഓഡിറ്റോറിയം, കോലഞ്ചേരി. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല കർത്താവെ, ഓരോ വ്യക്തികൾക്കായി ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. രോഗികളെ അങ്ങ് ഈ സമയത്ത് സൗഖ്യമാക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ചില വ്യക്തികൾക്ക് ചില പൈശാചികമായ പ്രവർത്തനങ്ങളാൽ വന്നിട്ടുള്ള ചില രോഗങ്ങൾ ഇപ്പോൾ കർത്താവ് സൗഖ്യമാക്കിയാണ്. ഒത്തിരി നിങ്ങൾ മരുന്ന് കഴിച്ചു, പക്ഷെ ശരിയായൊരു ഡയഗ്നോസിസ് പോലും ഇതുവരെ നടന്നിട്ടില്ല. എന്നാൽ ആ പൈശാചിക രോഗബന്ധനങ്ങൾ ഇപ്പോൾ അഴിഞ്ഞു മാറട്ടെ. ചിലരുടെ കണ്ണുകളുടെ കാഴ്ച തുറന്നു വരുന്നു യേശുവിൻ്റെ നാമത്തിൽ. അത് സംഭവിക്കുന്ന ചിലരുടെ കാതുകളുടെ കേൾവി ശക്തി തുറന്നു വരുന്നു. പുകവലി നിർത്തുവാൻ ആഗ്രഹമുണ്ട്, പക്ഷെ സാധിക്കാത്തൊരു വ്യക്തി കർത്താവ് ഈ സമയത്ത് അത്ഭുതകരമായി വിടുവിക്കുന്നു. മദ്യപാനത്തിൽ നിന്നും പലരും ഈ സമയത്ത് പുറത്തു വരികയാണ്. ലഹരി മരുന്നുകളുടെ ഉപയോഗം പൂർണ്ണമായി നിർത്തുവാൻ കർത്താവ് ആവശ്യപ്പെടുന്നു.
എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. യേശുവേ, എൻ്റെ ഹൃദയം ഞാൻ അങ്ങേക്ക് നൽകുന്നു. അങ്ങയെ എൻ്റെ നാഥനും രക്ഷകനുമായി ഞാൻ സ്വീകരിക്കുന്നു. യേശുവേ, അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകിയതിനായി നന്ദി. യേശു എൻ്റെ കർത്താവാണ് എന്ന് ഞാൻ ഏറ്റുപറയുന്നു. താങ്ക് യു ജീസസ്. കർത്താവെ, ഈ സമയത്ത് ഓരോ വ്യക്തികൾക്ക് വേണ്ടി അങ്ങ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഗർഭസ്ഥ ശിശുവിന്, അകത്തുള്ള ശിശുവിന് എന്തോ വൈകല്യങ്ങൾ കണ്ടുപിടിച്ചിട്ട് സ്കാനിങ് റിപ്പോർട്ട് കിട്ടിയിട്ട് ഭയങ്കരമായി പ്രയാസപ്പെട്ടിരിക്കുന്ന ചില വ്യക്തികൾ, യേശുവിൻ്റെ നാമത്തിൽ ആ ടെൻഷൻ മാറുക മാത്രമല്ല, ആ കുഞ്ഞ് എല്ലാ അബ്നോർമാലിറ്റിയും കുറവുകളും മാറി നല്ല രീതിയിലാകേണ്ടതിനായും പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. കർത്താവെ, ഓരോരുത്തരെയും അങ്ങ് തൊട്ടുകൊണ്ടിരിക്കുന്നതിനാൽ നന്ദി, സ്പർശിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ നന്ദി പറയും. താങ്ക് യു ലോർഡ്. എല്ലാ മഹത്വം ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിലേക്ക് എല്ലാവരെയും പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിങ് ടുഡേ റിസോഴ്സസിൽ നിന്നുള്ള പുസ്തകങ്ങൾ, CD-കളൊക്കെ ആവശ്യമുള്ള സ്ക്രീനിലെ നമ്പറിൽ വിളിക്കാവുന്നതാണ്. ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരാളോടെങ്കിലും ഇന്ന് ഇതിനെക്കുറിച്ച് പറയാം. കർത്താവ് ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ.